കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസിനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസിനെ പരിചയപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കയ്യിലൊരു സർക്കിളുണ്ട്. ഓക്കെ, നമ്മൾ സർക്കിൾ എടുത്തു. നമ്മുടെ കയ്യിലൊരു സർക്കിളുണ്ട്. നമുക്ക് ഈ സർക്കിളിനെ ഈ ഒരു ഭാഗത്ത് നിന്നും, ഇപ്പോൾ ഇവിടെയാണ് സർക്കിൾ നിൽക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൈനിലോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ പോലെ പേര് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂവ് കമാൻഡാണ്. ഓക്കെ, മൂവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് കിട്ടും. ഓക്കെ, മൂവ് വന്നു, കമാൻഡ് അടിച്ചു, എൻ്റർ കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഏതാണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ കാണിക്കും. നമ്മൾ എൻ്റർ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കിൾ ചെയ്തുകൊണ്ട് സെൻറ്റർ പോയിന്റ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഏത് പോയിന്റ്, ഈ പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഏത് പോയിന്റ് ബേസ് ആക്കിയിട്ടാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെൻറ്ററാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റർ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ കൊണ്ടുവരണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എവിടെയാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ട് മൂവ് ആവും. നമ്മൾ വീണ്ടും ഓക്കെ എടുക്കുന്നു, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കണം. ഓക്കെ, മൂവ് ആയി. അതാണ് മൂവ് കമാൻഡ്. ഓക്കെ, നമുക്കൊരു ഒബ്ജക്റ്റിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് കമാൻഡ് യൂസ് ചെയ്യാം. ഇനി അതുപോലെ ഈ ഒരു സെയിം ഒബ്ജക്റ്റിനെ, ഇനി അടുത്തൊരു കമാൻഡ് വരുന്നത്, ഈ ഒരു സെയിം ഒബ്ജക്റ്റിനെ നമുക്ക് ഇതേപോലൊരു ഒബ്ജക്റ്റ് ഇവിടെ വേണം. ഓക്കെ, മൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെയുള്ള സെയിം ഒബ്ജക്റ്റിനാണ് നമ്മൾ മൂവ് ചെയ്തത്. അപ്പോൾ ആ ഒരു മൂവ് ചെയ്ത് സ്പേസ് ബ്ലാങ്കായി. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെയും വേണം ഒരു സർക്കിൾ, ഇവിടെയും അതേ ഡയമണ്ടിൽ അതേ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സർക്കിൾ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കോപ്പി. അപ്പോൾ അതിനുവേണ്ടി കോപ്പി കമാൻഡ്. കോപ്പി കമാൻഡ് എടുത്തു, സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. നമ്മൾ ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളിതിൻ്റെ സെൻറ്റർ പോയിന്റ് എടുത്തു. ഓക്കെ, എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും എന്ത് വരുന്നു, വീണ്ടും ഇനിയും കോപ്പി ചെയ്യണമെങ്കിൽ ഇനിയും വരുന്നു. ഓക്കെ, നമുക്ക് എവിടെയൊക്കെയാണോ കോപ്പി ചെയ്യേണ്ടത്, ഓക്കെ ഇത്രയും പോർഷൻസിൽ നമുക്ക് കോപ്പി ചെയ്യാം. നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ പോയി. ഓക്കെ, ഇതാണ് കോപ്പി കമാൻഡ്. നമുക്ക് ഒരേപോലത്തെ ഒബ്ജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡിലും ഡ്രില്ല് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോള്, അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് 4 പോർഷനിലോട്ടും അല്ല ബാക്കി 3 പോർഷനിലോട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ സെൻറ്ററിലും കൂടി വരുന്നുണ്ടെങ്കിൽ ആ 4 പോർഷനിലോട്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. ഓക്കെ, അതാണ് കോപ്പി കമാൻഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റൊട്ടേറ്റ് കമാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്കൊരു ലൈൻ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ലൈനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റൊട്ടേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കമാൻഡ് വന്നു. സെലക്ട് ചെയ്തു, ലൈനെ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കൊരു ബേസ് പോയിന്റ് വേണം. നമുക്ക് ഇതിൻ്റെ ഏത് എൻഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, മിഡ് പോയിന്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഏത് പോയിന്റിലാണോ, ഏത് പോയിന്റ് ബേസ് ചെയ്തിട്ട് വേണോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെൻറ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, കണ്ടോ, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, നമുക്ക് ഏത് പൊസിഷനിലാണോ അല്ലെങ്കിൽ ഏത് ആംഗിളിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഏത് ആംഗിളാണോ വേണ്ടത്, ഓക്കെ നമുക്കൊരു 30 ഡിഗ്രി, നമ്മൾ 30 അടിച്ചു, 30 ഡിഗ്രിയിൽ എന്ത് ചെയ്തു, ആംഗിൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് റൊട്ടേറ്റ് കമാൻഡ്. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ 2 ലൈൻസിനിടയിലുള്ള ഈ ഒരു പോർഷൻ, ആ ഒരു പോർഷൻ മാത്രം നമുക്ക് കളയണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഫിഗർ, ഈ ലൈനിൽ ഫോളോ ചെയ്തിട്ട് പിന്നെ നേരെ സർക്കിൾ വരും. ഓക്കെ, ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചിങ്ങോട്ട്. അപ്പോൾ ഇത് ബ്ലാങ്ക് ആയിരിക്കണം, അതായത് ഈ ഒരു പോർഷൻ നമുക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ട്രിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മളോട് പറയുന്നത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതെല്ലാം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇനി നമുക്ക് ഏത് പോർഷനാണ് ട്രിം ചെയ്ത് കളയേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനാണ് നമുക്ക് കളയേണ്ടതായിട്ടുള്ളത്.
ട്രിം ചെയ്തു. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ കളയണം, അതും ട്രിം ചെയ്തു, ഇതും ട്രിം ചെയ്തു. ഓക്കെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഷേപ്പ്, ഓക്കെ, നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ എത്തിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫിഗർ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് ലൈൻ വരച്ച് ആർക്ക് വരക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പമായിരിക്കും. എങ്ങനെ കറക്റ്റ് നമുക്ക് ആ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ അറിയാം, സർക്കിൾ വരച്ചു, ആ ലൈൻസിൻ്റെ ഡിഫറൻസ് അറിയാം, ലൈൻസ് വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യാം, ട്രിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഈസി. ഇനി നമുക്ക് മറ്റൊരു കമാൻഡ്, നമ്മൾ സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലൊരു ഒബ്ജക്റ്റ്, ഓക്കെ, ഇതേ ഷേപ്പ് തന്നെയാണ് ഇതിനിപ്പുറത്തോട്ടും ഒരു പിരമിഡ് രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഇതേ പോർഷൻ ഇതുപോലത്തെ ഇതേ സെയിം അളവിലായിരിക്കും ഇങ്ങോട്ടുണ്ടാവുക, സിമ്മട്രിക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഓക്കെ, മിറർ എടുത്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുക്കുന്നു, ഒരു ബേസ് പോയിൻ്റ്, ഓക്കെ, നമ്മൾ ഈ ഒരു പോയിൻ്റ് എടുത്തു, ആ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മിറർ ചെയ്യാൻ പറ്റും. മിറർ ചെയ്തു നമ്മളിവിടെ വെച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്ത് ചോദിക്കുന്നു, സോഴ്സ് ഒബ്ജക്റ്റിനെ ഇറേസ് ചെയ്യണമെന്ന്. നമ്മൾ സോഴ്സ് ഒബ്ജക്റ്റിനെ ഇറേസ് ചെയ്യുക എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നീല കളറുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ മാത്രം ഇവിടെ നിർത്തും. അതായത് നമ്മൾ വരച്ചതിനെ ഒറിജിനൽ ഒബ്ജക്റ്റിനെ നേരെ മിറർ ചെയ്യും. അതല്ല നോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു പിരമിഡായിട്ടുള്ള ആ ഒരു സെക്ഷൻ കിട്ടും. ഓക്കെ, നോ കൊടുത്തു. ഓക്കെ, ഒരു പിരമിഡ് രൂപത്തിൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വന്നു. അപ്പോൾ ഇതുപോലെ സിമ്മട്രിക് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൈഡ് മാത്രം, ഒരു സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡിലോട്ട് മിറർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതാണപ്പോൾ മിറർ എന്ന് പറയുന്ന കമാൻഡ്. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കമാൻഡാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ഷേപ്പ്, ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ 4 എഡ്ജുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഷാർപ്പായിട്ടാണ് കിടക്കുന്നത്, നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് ആക്കണം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ഒബ്ജക്റ്റുകളൊക്കെ അതിൻ്റെ എഡ്ജ് പോർഷൻസ് എന്ത് ചെയ്യും, കർവ്ഡ് ഷേപ്പിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫില്ലറ്റ് കമാൻഡ് എടുത്തു, നമ്മൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തു, എന്നിട്ട് നമുക്ക് റേഡിയസ് നേരെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റേഡിയസ് എടുത്തു, നമ്മൾ 10 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റർ കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർഷൻ, ഓക്കെ, ജസ്റ്റ് ടൈം നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, 10 mm റേഡിയസിൽ അവിടെ ഫില്ലറ്റ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഫില്ലറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ വീണ്ടും എൻ്റർ കൊടുത്തു, വീണ്ടും സെയിം ടൂൾ എടുത്തു, ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ എൻ്റർ കൊടുക്കുന്നു, സെയിം ടൂൾ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കൊടുത്തത്. ഇനി നമ്മൾ ഓക്കെ വീണ്ടും എൻ്റർ കൊടുത്തു, വീണ്ടും എൻ്റർ കൊടുത്ത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഓക്കെ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഫില്ലറ്റ് ചെയ്ത് അതിൻ്റെ 4 എഡ്ജുകളും കർവ്ഡ് ഷേപ്പിലാക്കി കിട്ടി. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫില്ലറ്റ് കമാൻഡ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അതെല്ലാം കൂടി ഒരുമിച്ചാണ് സെലക്ട് ആവുന്നത്. കാരണം നമ്മൾ ലൈൻസ് ഉപയോഗിച്ചാണ് റെക്റ്റാങ്കിൾ വരക്കുന്നുണ്ടെങ്കിൽ ഓരോ ലൈൻസും എന്തായിരിക്കും, ഇതൊരു ലൈനായിട്ട് സെലക്ട് ആവും, ഇതൊരു ലൈനായിട്ട് സെലക്ട് ആവും, ഇതൊന്ന് അങ്ങനെ ആയിട്ടായിരിക്കും നമുക്ക് ലൈൻസ് എടുത്ത് റെക്റ്റാങ്കിൾ വരക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ കണ്ടോ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഇങ്ങനെ സെറ്റായിട്ട് കിടക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ പോർഷൻസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. നമുക്ക് ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എക്സ്പ്ലോഡ്.
എക്സ്പ്ലോഡ് ടൈപ്പ് ചെയ്യുന്നു, നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എക്സ്പ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ലൈൻ മാത്രമായിട്ടാണ് വരുന്നത്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ മാത്രം. ഇനി അതുപോലെ ഇങ്ങനെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ലൈൻ ഉപയോഗിച്ചാണ് വരച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് പഴയ അവസ്ഥയിലാക്കണം. അഥവാ നമ്മൾ ലൈൻ ഉപയോഗിച്ച് വരക്കുന്ന റെക്റ്റാങ്കിളെ നമ്മൾ തിരിച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫോമിലോട്ട് നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് റീജിയൻ. ഓക്കെ, റീജിയൻ REGION റീജിയൻ എടുക്കുക. റീജിയൻ കമാൻഡ് കൊടുത്തു. നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണോ ചെയ്യേണ്ടത്, ഒന്നാക്കേണ്ടത്, അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് റീജിയൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ ഇല്ലയെന്ന് കരുതുക. നമ്മൾ ഈ 3 ലൈൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് റീജിയൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും റീജിയൻ ആവത്തില്ല. കാരണം നമുക്കവിടെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ പോർഷൻസും ഒരുമിച്ചാണ് സെലക്ട് ആകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ സോൾഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സെറ്റായി കിടക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, റിപ്പയർ ചെയ്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇൻ കേസ് ഒരു ഓട്ടോമൊബൈലിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, നമ്മളൊരു ബൈക്കിൻ്റെ കേസിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ ഓരോ പാർട്സും നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഊരിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എക്സ്പ്ലോഡ് എന്നും തിരിച്ചെല്ലാം നമ്മൾ അസംബിൾ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, റീജിയൻ എന്നും പറയുന്നു നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം, അത് ആലോചിച്ചാൽ മതി. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഫുള്ളായിട്ട് നമ്മൾ റിപ്പയർ ചെയ്തു, ഫുൾ പാർട്സ് നമ്മൾ ഊരിയെടുത്തു, തിരിച്ചെല്ലാ പാർട്സും നമ്മൾ തിരിച്ച് കയറ്റുന്നു, തിരിച്ച് ഫിറ്റ് ചെയ്ത് ഒരു ബൈക്ക് പൂർവ്വസ്ഥിതിയിലെത്തിക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ റീജിയൻ. അപ്പോൾ അതുപോലെ ഓർത്ത് വെക്കുക, ആ ഒരു കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറിപ്പോവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതേ സെൻറ്ററിൽ നിന്നുകൊണ്ട് ഇതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോളോ സിലിണ്ടറൊക്കെ ആണെന്ന് കരുതുക. ഓക്കെ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഒരു ഫേസാണ് നമ്മൾ വരക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വേറെ സർക്കിൾ എടുത്ത് വരക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓഫ് സെറ്റ് കമാൻഡ് എടുത്തു. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓഫ് സെറ്റ് ഡിസ്റ്റൻസ് എത്ര വേണം എന്നുള്ളത് നമ്മളൊരു 5 mm കൊടുത്തു, എൻ്റർ കൊടുത്തു, നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് വന്നു പുറത്തോട്ടാണോ 5 mm വേണ്ടത്, ഉള്ളിലോട്ടാണോ 5 mm വേണ്ടത്. ഓക്കെ, ഉള്ളിലോട്ട് കൊടുത്തു, ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു 5 mm ഓഫ് സെറ്റിൽ അതിനുള്ളിൽ മറ്റൊരു സർക്കിൾ നമുക്ക് കിട്ടി. ഇതേ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ നമുക്ക് ലൈൻസിന് ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ലൈൻ എടുത്തു, നമുക്ക് എത്ര mm വേണം, 5 mm നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു, നമുക്കൊരു 10 mm കൊടുക്കാം. 10 mm നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ടാണോ 10 mm വേണ്ടത് അതോ താഴോട്ടാണോ 10 mm വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കൊടുത്തു. അപ്പോൾ മുകളിലോട്ടൊരു 10 mm ഡിസ്റ്റൻസിൽ 10 mm ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, മറ്റൊരു ലൈന് ഓഫ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് മുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് മൂവിനുള്ള ഓപ്പറേഷൻ, മൂവ് ചെയ്യിക്കുന്നതിനുള്ള ഓപ്പറേഷൻ. നമ്മൾ റൊട്ടേറ്റ് പറഞ്ഞു, ട്രിം പറഞ്ഞു. ഓക്കെ, മറ്റൊന്ന് ഇവിടെ കാണുന്നത് എറേസ്. ഓക്കെ, എറേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. എറേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ലൈൻ വരച്ചു, നമുക്കറിയാവുന്ന പോലെ തന്നെ ജസ്റ്റ് നമ്മൾ എറേസ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ എടുക്കുക, കമാൻഡ് ചെയ്യുക, കമാൻഡിൽ അടിക്കുകയോ ചെയ്യാം. ജസ്റ്റ് നമ്മൾ അത് കൊണ്ടുവന്നാൽ തന്നെ നമുക്കറിയാം. ഓക്കെ, എറേസ് ആവുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് എറേസ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെ ആ ടൂളുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് കമാൻഡിൽ അടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടൂൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സ്റ്റാർട്ടർ എന്ന രീതിയിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഓരോ ഫിഗറുകൾ വരച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കൂടുതൽ ടൂളുകളും ഓപ്പറേഷൻസും നമുക്കപ്പോൾ പരിചയപ്പെടാം.